എനിക്ക് നല്ലോണം ഇഷ്ടം. നമ്മളിതാണല്ലോ ക്യാമറ നോക്കിയാ ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അടിച്ച് പൊളിച്ചിരിക്കാന്ന് വിശ്വസിക്കുന്നു. അൽവാസി എങ്ങനെ ഉണ്ടായിരുന്നു സ്ലീപ്പ്? ഇപ്പൊ നമ്മുടെ ബേബി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ടാണ്. നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? യെസ്, വട്ടവടയിലേക്കാണ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു പ്ലേസ് കണ്ടിട്ടില്ല. നമ്മളെ ക്യൂട്ട് ബാഗൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കുട്ടു 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 എല്ലാ ബാഗും പാക്ക് ചെയ്ത് അപ്പൊ ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പൊ ഇന്ന് മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ചാമ്പൊക്കെ ഉണ്ട്. ഇത് ഹൽഫി എടുത്തത് ചാമ്പക്ക്. ഇതൊക്കെ രാവിലെ കഴിക്കുന്നത് ഇഷ്ടമാണോ അല്ലേ? അപ്പൊ നമ്മളിതാ കാറിലെല്ലാം ഓണാക്കി, പാക്ക് ചെയ്ത് ഇനി നമ്മൾ വട്ടവടയിലേ നിർത്തുള്ളൂ. ഓക്കെ, എന്താ പറയാ, റോഷനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഡ്രൈവർ സ്പൾബർ പോയി എത്തിയിട്ടുണ്ട്. വേണേ ഡ്രൈവ് ചെയ്യട്ടോ. നമ്മള് മാപ്പ് നോക്കാണ്ട് നിർത്തിയിടൊക്കെ. ഇവിടെ കളിന്റെ അതിഗംഭീരമായ പരിപാടികൾ കേട്ടോ. ഇപ്പഴത്തെ നമ്മളെ മെസ്സിക്കുട്ടൻ ഈ എല്ലാരും ഉണ്ട് കേസ് ഇവിടെ. പറയുന്ന പല കള്ളക്കഥകളും അലങ്കൃതമായി അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇവരെല്ലാവരും വാഷ്റൂമിൽ പോയി. റോഷനാണ് ഇതിന്റെ കീ അവന്റെ പോക്കറ്റിലായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്ത് വണ്ടി ഓട്ടോമിൽ ഓഫായി. ഇപ്പൊ നിക്കണ സ്ഥലം ഞാൻ കാണിച്ചു തരാം. എന്റെ മോനെ കാറ്റ് പോരാണ്. അയ്യോ, look at this. wow, ഭയങ്കര കാറ്റ്, കാറ്റ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, നല്ല തണുപ്പ്. ഐസിന്റെ വെള്ളമില്ലേ, അതിങ്ങനെ തെറിക്കുന്ന പോലെ തണുപ്പ്. നമ്മളിപ്പം വഴിയരികത്ത് കാറ് നിർത്തി ഒരു ചെറിയ പെട്ടിക്കട കേസ് നൊസ്റ്റാളജി ഫീൽ ചെയ്യാൻ വേണ്ടി. നമ്മളെ അയ്യോ എന്റെ ഫോൺ, എന്റെ പഞ്ഞിമിഠായി ഉണ്ട്. ഇത് എനിക്കറിയില്ല. തേൻ മിഠായി, നാരങ്ങ മിഠായി, തേങ്ങ മിഠായി. ഇതൊക്കെ എന്താ സാധനം? നീ 90s കിട്ടാണ്ട് എനിക്കൊന്നും അറിയില്ല. എനിക്ക് അറിഞ്ഞൂടാ. ഇത് രണ്ടും എനിക്ക് അറിഞ്ഞൂടാ. നൊസ്റ്റാൾജിക്കുള്ള സാധനം തിന്നുന്ന സിങ്കി എങ്ങനെയുണ്ട്? നാട്ടില് കിട്ടാനില്ല ഇപ്പല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ഓർമ്മകൾ. എനിക്ക് കൊണ്ട ഞാനൊന്നുമില്ല ആ സാധനം. അപ്പൊ നമ്മള് കുറെ സാധനങ്ങള് വാങ്ങി, എല്ലാം നൊസ്റ്റാൾജിക് സാധനങ്ങൾ. അച്ചാറല്ലത്, ഇതെന്താ? ഇത് സാധനമാണ് പാൽക്കോവ. പാൽപ്പഴ വേണ്ട, പണിയാവും. അപ്പൊ ഇതിനെത്രയായി? 170. ഓക്കെ, നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കിയാ എന്താ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേസിലാണ് നമ്മൾ നിൽക്കുന്നത്. നോക്കിയാ എന്ത് ഭംഗി നോക്കിയല്ലേ. അവര് ചെക്ക് ഇൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഈ വശം ഇതാണ് കേട്ടോ, ഇതിന്റെ ഫ്രണ്ട് എന്ന് പറയാം. കറക്റ്റ് ലുക്ക് കിട്ടുന്ന സാധനം. സോ ഇവിടെ വെക്കണ അങ്ങനത്തെ ഒക്കെ ഒരു ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ, ചില്ലൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട്. പിന്നെ ഓവർ നോക്കിയൊരു ഇതൊരു വമ്പിച്ചൊരു ഒരു കൊട്ടാരം പോലെ തന്നെയാണ് അവരിത് ഉണ്ടാക്കി വെച്ചിട്ട്. കാരണം ഒരു റോയൽ ടച്ചാണ് കംപ്ലീറ്റ്ലി ശ്രദ്ധിച്ചാണ് കണ്ടില്ല. പിന്നെ അതിൻ്റെ ആ വ്യൂ, ഹോളി സ്മോക്ക്, അതൊരു ഭയങ്കര സംഭവമായിട്ട്. എനിക്ക് ക്യാമറ കാണുമ്പോൾ ഇത് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ എന്തോ ഒരു എറുമ്പിനെ പോലെയാണ് കേസ് എനിക്ക് ഫീൽ ചെയ്യുക. കാരണം അത്രക്കും ഹ്യൂജ് ഹില്ലാണ് കണ്ട, അത്രക്കും ഹ്യൂജ്. ഇതിൻ്റെ ഒക്കെ ഡബിൾ ഉണ്ട് കേസ് ആ ഹില്ല് കാണാം. അത് ക്യാമറയിൽ എങ്ങനെ എനിക്ക് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. കിഡ്സൊക്കെ വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലേ ഏരിയ ആണ്. നമുക്ക് ഇനി മുകളിലോട്ട് പോവാം. അവരവിടെ ചെക്ക് ഇൻ ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ ഇത് ഇവിടുത്തെ ഹണിമൂൺ സ്യൂട്ടാണ്. നമുക്കിപ്പോൾ തൽക്കാലം ഹണിമൂൺ സ്യൂട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവർ ഭയങ്കര ഇതിൽ ഡീക്കോറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ബാൽക്കണി കൂടി ഉണ്ട്. സോ ഞാൻ അതോട്ട് കാണിച്ചു തരാം. കണ്ടോ, നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളൊരു ബാൽക്കണി. ആക്ച്വലി ഇറ്റ്സ് ഗുഡ് കേട്ടോ, കൊള്ളാം. ഇവിടെയും ജക്കൂസിയും സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, ജക്കൂസി. അതിൻ്റെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സംഭവം. ഇത് 2 ബെഡാണ് കേസ്. ഞാൻ വിചാരിച്ച് 2 ബെഡ്റൂം ആയിരിക്കും. 2 ബെഡ് നടപടി അവിടെ. നമുക്ക് 2 ബെഡ്റൂം ഉള്ളത് നോക്കാം. ഇതെന്തായാലും നമ്മൾ കോട്ടേജ് പോയത് ഇത് കുഴപ്പമില്ല കേട്ടോ. ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നിൽക്കാൻ പറ്റിയ ഒരു 4-5 പേർക്ക് സുഖമായിട്ട് കിടക്കുക കേസ്. അങ്ങനത്തെ ഒരു സെറ്റ് കേസ്. അപ്പോൾ ഇത് ഗെയിമിങ് ഏരിയ കേട്ടോ. ഹ്യൂജ് സാധനം കേട്ടോ. എല്ലായിടത്തും ഷാൻലെയറൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതെന്താ സംഭവം? ബുദ്ധിൻ്റെ ഒരു സമയത്ത് വാഷ്റൂം ആണെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. ഈ സാധനമുണ്ട്. എനിക്ക് വേണ്ട ഭയങ്കര ഉന്നുണ്ടായതുകൊണ്ടേ
കറക്റ്റ് 10 തന്നെ ആയിരിക്കും. 10 തന്നെ ഞാൻ വെച്ചെടുത്തതുകൊണ്ട്. ഇവിടെ എത്തി ഞങ്ങൾ റൂമിൽ കാണുന്നതിന് മുമ്പ് തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി കേസ്. കാരണം ഇവിടെ നല്ല ഹെവി ഫുഡാണ്. കരിമീൻ ഇപ്പുറത്തുണ്ട്. ഇവിടെ വലുതാന്ന് പറഞ്ഞിട്ട് ഇവൻ ഇപ്പുറത്തേക്ക് നീങ്ങിയിരിക്കുന്നത് ഉളുപ്പുണ്ടോ നമുക്ക്? ആ പാവം കുട്ടി ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കട്ടെ കേസ്. വിശന്നിട്ട് കുടലിങ്ങനെ കത്താൻ തുടങ്ങി. ഫുഡ് കഴിച്ചു. നമുക്ക് അവിടെ 1-2 റൂംസ് നോക്കിയിട്ട് അതിലൊക്കെ റൂംസ് ഉണ്ട്. നമ്മൾ വിചാരിച്ച് കുറച്ചുകൂടി ഒരു നടക്കാനൊക്കെ അല്ലേ കുറച്ചുകൂടി സ്പേസ് ഉള്ള ഒരു സ്ഥലത്തെത്താണ്. അല്ലേ സംഖ്യക്കുട്ടി? ഓഹോ ആ പൂവൊക്കെ ഉണ്ടല്ലോ അവിടെ. പൂ പറിക്കരുതിട്ടാ പോകുമ്പോ. ആകെ 4 പൂവല്ലേ. അതെ, പറിക്കാൻ പറ്റുന്ന. ഇതാണ് നമ്മളുടെ പ്രോപ്പർട്ടി ദൂരത്ത് നിന്ന് കാണിച്ചു തരാൻ മറന്നില്ലേ. ഇതാണ് ഗസ് പ്രോപ്പർട്ടി. കണ്ടോ, ഇതൊരു കോട്ടേജ് പോലെ കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് റൂംസ് ഒക്കെ ആയിട്ടാണ്. കൊള്ളാം, വ്യൂ അടിപൊളി. നല്ല തണുപ്പുണ്ട് ഇവിടെ. തണുപ്പ് ഒരു രക്ഷയില്ല, അപാര തണുപ്പാ. ഓക്കെ ഗേസ്, കയറിക്കോളൂ ബേബി. വലത് കാലം വെച്ച് കയറൂ. ഒരു ഹെറിറ്റേജ് മോഡൽ അൽഫി. ഇതൊരു പക്ക ഹെറിറ്റേജ്. നിലത്ത് കാല് വെക്കാൻ കഴിഞ്ഞില്ല, തണുപ്പ് അല്ലേ. ഇവിടെ മൊത്തം ടൈലൊക്കെ തണുപ്പല്ലേ. കുഴപ്പമില്ല, നല്ല റൂം. ഇവിടെ റൂമല്ല മെയിൻ, നമുക്ക് ഇവിടുത്തെ വ്യൂവും ഇവിടുത്തെ ക്ലൈമറ്റും ആണ് സെറ്റ്. അപ്പൊ ഞങ്ങൾ റൂമിൽ വന്ന് ചെക്കിങ് ചെയ്തു. നല്ല തണുപ്പില്. ഇവൾക്ക് അതല്ല, ഇവൾക്ക് എന്താന്ന് പറയാ, ഇവൾക്ക് എത്ര തണുപ്പുണ്ടായാലും ഇവൾ ഇന്നാലും റൂമിൽ എ സിയും ഫാനും. എനിക്കത് നടക്കൂല. ഇന്ന് റൂമിൽ എ സിയും ഇല്ല, ഫാനും ഉണ്ടാവില്ല. മനസ്സിലായല്ലേ? ഇന്നെങ്കിലും എനിക്ക് സമാധാനമായിട്ട് കിടക്കണം. ജീൻസ് കൈമാറ്റം ചെയ്യുന്ന ഗേൾസ്. ഈ കുഞ്ഞിന്റെ ജീൻസ് എനിക്ക് തരുമോ, പാകാവോ നോക്കാൻ പറഞ്ഞു. നീയല്ലേ പറഞ്ഞ കേറ് നോക്കാന്ന്. എനിക്ക് കണ്ടാലും അറിഞ്ഞൂടെ. അല്ല, ഇത് കുറച്ചുകൂടെ ട്രൈ ചെയ്തു. ബെറ്റിന് 500 രൂപ. ഞങ്ങൾ പെട്ടെന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് നമ്മൾ ചെറിയ റീലൊക്കെ എടുക്കാനുള്ള പരിപാടിയിലായിരുന്നിട്ട്. അയ്യാ, നല്ല രസമുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് കാണാൻ. ആണോ? അല്ല, ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇവിടെ നമുക്ക് കുറച്ച് 1-2 റീൽസ് എടുക്കണം എന്നാണ്. പക്ഷെ എന്താവുന്ന അവസ്ഥ അറിയില്ല ഗൈസ്. ഇവിടെ ഉണ്ടല്ലേ കുറേ പൂക്കള്. ഉമ്മ കാണണ്ട ഗൈസ്. ഉമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാത്തും ഓരോന്ന് എടുത്തിട്ടുണ്ടോ. കാരണം മൊത്തം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോസാ. മനസ്സിലായില്ലേ? അല്ലെ, ഓരോന്നും ഓരോ ടൈപ്പ് ഓഫ് റോസസാ ഗൈസ്. എങ്ങനെ അവർക്ക് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. പൂളിന്ന് അങ്ങോട്ടുള്ള വിഷു ബേബി. ഇത് ഇങ്ങനെയല്ല കാണണ്ടേ, കറങ്ങാൻ ഈ ഒരു സാധനം കണ്ടോ അവിടെയൊക്കെ നോക്ക്. അത് 360 മല അല്ലേ? 360 വ്യൂ. അതും ഇത്ര ക്ലോസ് ആയിട്ടൊരു മല. അതാണ് നമ്മള് ഭയങ്കര അടുത്തില്ലേ. അങ്ങോട്ടൊക്കെ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ. ഇന്നലെ മൈ ഗോഡ്. ഇവിടെ കുറച്ച് സൂം ചെയ്യടാ. ഇവിടെ നിക്കണ്ട. ഇപ്പോഴാണ് അതിന്റെ ഹ്യൂജ്നെസ് മനസ്സിലാവണം. കണ്ട ക്ലൈമറ്റ് രക്ഷയില്ല കേട്ടോ, ഭയങ്കര തണുപ്പുണ്ട്. തണുപ്പ് നമ്മളെ കൈയൊക്കെ ഫ്രീസ് ആണ്. നമ്മള് മൂന്നാർ വന്നിട്ടൊക്കെ തണുപ്പ് കിട്ടിയത്. തണുപ്പ് മറ്റേത് ഇതിപ്പോ ഒരു ചെറിയ ഇടക്ക് ഇങ്ങനെ ഒരു വെയിൽ വന്ന് പോകണ്ടെങ്കിലും നല്ല കാറ്റ്, നല്ല തണുപ്പുള്ള കാറ്റ്. ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞു ഇവിടെ എപ്പോഴും ഈ ഒരു സെറ്റപ്പ് ആണ്, ഈ ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ പറഞ്ഞത്. നല്ല ഹൈറ്റിലാണ്, നല്ല കാറ്റുണ്ട്. പിന്നെ ഇതൊരു സെറ്റപ്പ് തന്നെ അൽഫി. നൈറ്റ് വ്യൂ നമുക്ക് രാത്രി നോക്കണം ഇതിന്റെ വ്യൂ എങ്ങനെ ഉണ്ടെന്ന്. കറക്റ്റ് ഒരു കൊട്ടാരം പോലെ. ആ ബ്രിഡ്ജിന്റെ അവിടെ നിന്നൊക്കെ നമ്മൾ എന്ത് റീലൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളിതാണല്ലോ ഇപ്പൊ കറന്റ് എടുത്തത്. ഇത് കോട്ടേജ് പറയുമ്പോൾ 3 BHK നമ്മൾ സെപ്പറേറ്റ് റൂംസ് ആട്ടോ. കോവിലൂർ എന്ന് പറഞ്ഞ റിസോർട്ട് ആട്ടോ. വട്ടവട കോവിലൂർ. വട്ടവട തന്നെയാണ്. ഇവിടെ ജക്കൂസി റൂം ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക ബദബ് റൂം, പല കാറ്റഗറി റൂംസ് ഉണ്ട്. പക്ഷെ ഞങ്ങളിപ്പം ജക്കൂസി കുറെ പോയത്, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് പ്രൈവസി ആയിട്ട് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം എടുക്കാന്ന്. ഇതെങ്ങനെ ഞങ്ങൾ പൂളിൽ ഇറങ്ങി താത്തൂല, എനിക്ക് അത്രക്കും കഴിയുന്നില്ല. ബേബി തണുപ്പാണ്. കഴിക്കുന്നില്ല. എങ്ങണ്ടല്ലേ? പൊള്ളില്ലേ? പൊള്ളുന്നില്ലേ? അല്ല, തണുക്കുന്നില്ലേ? ഇല്ല, അത് ഇതിനുള്ളിൽ ഞങ്ങൾ കുറച്ചേരല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ശീലം. അവിടെ 2 സുന്ദരന്മാര് നിക്കുന്നുണ്ട് കേട്ടോ. സുന്ദരന്മാരോ? 2 പേരോ? സുന്ദരന്മാര് തെറ്റാണ്. സുന്ദരൻ. 2 സുന്ദര. ഒരു തവള വാക്കണ നീന്തി പോകുന്നുണ്ട്.
ടു കോൾഡ് ഗൈസ്, ടു കോൾഡ്. ഐ എം എൻജോയിങ്. ഒരു ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ്സ് മച്ച് ബെറ്റർ. അതെ നമ്മൾ കൂട്ടത്ത് നീന്താ അറിയുന്നതിന്റെ അഹങ്കാരം കണ്ടില്ല. ഞങ്ങളെല്ലാവരും തവള പോലെ ഇങ്ങനെ പമ്മി നടക്കാണ്. കാരണം കാല് പോയി കഴിഞ്ഞാൽ മുങ്ങും. ആകെ നീന്തൽ അറിയണ ഒറ്റ ഒരുത്തനേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ മുങ്ങിപ്പോയി നമ്മൾ ചത്തോലെ. എടി നമുക്ക് മുങ്ങിച്ചാവാൻ ഇത് മതി. ഇത്ര വെള്ളം മതി. നമ്മള് ഒരിച്ചിരി ഇവൻ ബാത്ടബിലെ വെള്ളത്തില് അതെ അല്ല സീരിയസ്ലി ബാത്ടബില് മുങ്ങിപ്പോയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. അതിനുശേഷം ബാത്ടബ് കുളിച്ചിട്ടില്ല. എന്താടാ കാര്യമായിട്ട് പറഞ്ഞതാ. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഭയങ്കര ഹ്യൂജ് ഒരു കൊട്ടാരം പോലെ ഒന്നുമില്ലേ കാണാന്. ഭയങ്കര ഹ്യൂജ്. വാവ്. അങ്ങനെ ഞങ്ങൾ ഡിന്നറിന് പോവുകയാണ്. യെസ്, നമ്മൾ ആ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ ദ വില്ല. അല്ല പാലസ്. മാറിപ്പോയി വില്ല എന്ന് പറഞ്ഞ മാറിപ്പോയി. ഓ ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഇതിന്റെ പ്രത്യേകത തന്നെ ഈ ഒരു സാധനം. രാത്രിയാണ് ഇതിന്റെ പക്കാ ഭംഗി. റോയൽ ഫിലിമി സിനിമക്ക് പറ്റിയ സാധനം ഇതാട്ടോ. ഇവിടുത്തെ റെസ്റ്റോറന്റ് എല്ലാം വുഡൻ ഫിനിഷില്, മുകളിൽ നല്ല ലൈറ്റ് ഒക്കെ വെച്ചില്ലേ. ഭയങ്കര കോസിനെസ് ഇല്ലേ. ക്യാമറയിൽ കാണാനുള്ള ഭംഗിയുണ്ടല്ലോ ഷണ്ടി ബേബി. നിന്നെ നോക്ക് അല്ലേ, എല്ലാം ഭംഗിയില്ലേ. ആക്ച്വലി ഞങ്ങൾ ഡിന്നറിന് ഒന്നും പറഞ്ഞിട്ടില്ല. യെസ്, അതുകൊണ്ട് നമ്മൾ ഫ്രീ ആണ്. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കണം ചപ്പാത്തി വേണോ, കുബൂസ് വേണോ, നൂഡിൽസ് വേണോ. ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒക്കണാണെങ്കിൽ ഈ കുട്ടിന് ഒക്കില്ല, ഈ കുട്ടിന് ഒക്കണാണെങ്കിൽ റോഷന് ഒക്കൂല. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നത്തോടു കൂടി നമ്മൾ ഓർഡർ ചെയ്തു. അവർ കൊണ്ടുവരുന്ന എന്താ അതങ്ങ് കഴിക്കല്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ സ്റ്റാർട്ടറാണ്. ചിക്കൻ ഉണ്ട്. ചിക്കനാണ്. നിങ്ങൾ സാലഡ് ആൽഫി ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും. ഞാൻ എടുത്തില്ല, എനിക്ക് കിട്ടുന്നില്ല. ഇത് അങ്ങോട്ട് പോയാൽ പിന്നെ ഇതിൽ ഉണ്ടാവുമെന്ന് സംശയം. അതാണ് ഞാൻ വെച്ചത്. കാരണം തീറ്റയുടെ കാര്യത്തിൽ ഒരു വിസയിലാണ്. അല്ല പോണാ ഫസ്റ്റ് വിസയിൽ. പക്ഷെ റിയാലിറ്റിയിൽ ഇവിടെ ഫുഡ് കഴിക്കുന്നതാണ് അത്. നല്ല രസമുണ്ടല്ലേ, കൊള്ളാം. അടുത്ത ചിക്കൻ കരിവേപ്പില സൂപ്പ്. അപ്പോൾ ചിക്കൻ കരിവേപ്പില സൂപ്പ് അങ്ങനെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ തായ്ലാൻഡിൽ പോയി വന്നതിന് ശേഷം സൂപ്പൊക്കെ അധികം കഴിക്കാറുണ്ട്. ഈ ജീരകത്തിൻ്റെ അടുത്ത ഡിഷ് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കോക്കനട്ട് ഫ്രൈ. അതാണ് സാധനം. ഒന്ന് കഴിച്ചോക്ക് ടേസ്റ്റ് നോക്കി എങ്ങനെ. ഇവിടെ അങ്ങ് ഫുഡ് ഇങ്ങനെ ഇതൊക്കെ സ്റ്റാർട്ടേഴ്സ് കേട്ടാ. വയറ് ഫുൾ റെഡി ആക്കിക്കോ. അതാണ് നമുക്ക് ടെൻഷൻ. നമ്മുടെ ആണോ? അപ്പൊ ഇന്ന് ഉച്ച കഴിച്ചതോ? അത് വേറെ, അതൊരു ചൈനീസ് അങ്ങനത്തെ ഒരു സാധനം. പക്ഷെ ഇത് പക്ക നാടൻ ചിക്കൻ. ഞാൻ ഡയറ്റിലായതുകൊണ്ട് ഞാൻ അധികം ഫുഡ് അങ്ങനെ കഴിക്കാറില്ല. സോ ജസ്റ്റ് ട്രൈ. ടൊമാറ്റോ റൈസ് എത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് ടൊമാറ്റോ റൈസ് വേണോ? പൊറോട്ട നമുക്ക് നല്ല നമ്മളറിയുന്നവരാ പൊറോട്ട പകുതിയാക്കി തന്നു. അതുകൊണ്ട് നമ്മൾ മുറിക്കണ്ടല്ലോ. പൊറോട്ട ആൻഡ് ചപ്പാത്തി. ഇത്രയും സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ റൈസ് കഴിച്ചു. കൊള്ളാം. ഡിഫറെന്റ് ടൈപ്പ്. നീ ഫസ്റ്റ് ടൈം അല്ലേ ടൊമാറ്റോ റൈസ് കഴിക്കുന്നത്? അതിനിതുവരെ ഓർഡർ ചെയ്യില്ല. ഒരു സ്മോക്കി ഫ്ലേവർ ഒക്കെ ഉണ്ട്. കൊള്ളാം. പക്ഷെ ഇത് മാത്രം കഴിക്കണം, വേറെ കറിയൊന്നും കൂട്ടരുത്. ഇത് മാത്രം. ഫുഡ് കഴിച്ചു. പക്ഷെ എനിക്ക് ചെറിയൊരു പണി കിട്ടി. എനിക്ക് നല്ല ഫുഡ് കഴിക്കണം എന്നില്ലായിരുന്നു. പക്ഷെ ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. എനിക്ക് ഗ്യാസ് കയറിയിട്ട് ഇനി കുറേ വണ്ടിയിൽ ട്രാവൽ ചെയ്തല്ലോ. സോ ഗ്യാസ് കയറിയിട്ട് ഒന്നും മര്യാദ കഴിക്കാനില്ല. കുറേ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒന്നും കഴിക്കാനില്ല. പക്ഷെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം എസ്പെഷ്യലി എനിക്ക് അവിടുത്തെ കൊണ്ടുവച്ച ഫസ്റ്റത്തെ സാലഡാണ് എൻ്റെ ഫേവറേറ്റ് ആയത്. എനിക്ക് സാലഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിക്കൻ കറിയും പൊറോട്ട ഏറ്റവും അടിപൊളി. ഇവൻ ഇവിടുന്ന് ഒരുപാട് ഡ്രാമ കളിച്ച് എനിക്ക് കുറെ കഴിക്കണം, എനിക്ക് കുറെ
എല്ലാം ആണെന്നുള്ള പറഞ്ഞിട്ട് ഇവന് അവസാനം ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. ഒന്നും കഴിക്കാണ്ട് ലാസ്റ്റ് ഇപ്പോ ഡെസേർട്ട് എന്താ വേണ്ടെന്ന് വെച്ചപ്പോ ഇവര് ഇവൻ പറഞ്ഞു എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇവൻ 1 2 എന്നൊക്കെ പറയൂ. അതല്ല 3 സ്കൂപ്പ്. അതല്ല അത്രയും ഫുഡ് ഉണ്ടായിട്ട് അവൻ കഴിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. എന്നിട്ട് ഡെസേർട്ട് കഴിച്ചപ്പോ 3 സ്കൂപ്പ്. എനിക്ക് ചിരി നിർത്താൻ പറ്റിയില്ല. ഇവിടെ എണീറ്റ് പോയി, ഇവിടെ ഐസിൽ എണീറ്റ് പോയി. ഇവിടെ ആണോ അവന്